മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം എല്ലാ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരെയാണ് കേസിൽ പ്രതിയേർത്തിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ ശേഷം 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കോഴ നൽകി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നായിരുന്നു കേസ്. കെ സുരേന്ദ്രന് പുറമെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്, BJP സംസ്ഥാന സമിതി അംഗം V ബാലകൃഷ്ണ ഷെട്ടി, പ്രാദേശിക നേതാക്കളായ സുരേഷ് നായിക്, കെ മണികണ്ഠറായി, സുരേഷ് നോണ്ട എന്നിവരാണ് മറ്റ് പ്രതികളായി കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV രമേശൻ കൊടുത്ത കേസാണിത്. പിന്നീട് സുന്ദര കേസിൽ കക്ഷി ചേരുകയായിരുന്നു. വലിയ ഗൂഢാലോചന നടന്നു. CPM, കോൺഗ്രസ്, ലീഗ് നേതാക്കൾ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനും BJPയെ താറടിക്കാനുമായാണ് ഗൂഢാലോചന നടത്തിയത്. ഇതെല്ലാം കോടതിക്ക് ബോധ്യമായതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. സത്യമേവ ജയതേ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ, അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് LDFന് വേണ്ടി ഇവിടെ മത്സരിച്ച VV രമേശ് കൊടുത്ത ഒരു കേസാണ്, സുന്ദര കൊടുത്ത ഒരു കേസല്ല. പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. CPMന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമയ്ക്കുകയായിരുന്നു. ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള CPM BJP ബാന്ധവത്തിന്റെ ഭാഗമായാണ് കെ സുരേന്ദ്രനെതിരായ കേസിലെ വിധി. കേസിൽ സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ ഉന്നയിച്ചില്ലെന്നും പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നുവെന്നും ചോദിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേസ് തള്ളിയതിൽ സർക്കാരിനെ പഴിക്കുകയും ചെയ്തു. സംഘപരിവാർ കേരളത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയിലൂടെ നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം PR ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്നും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന KT ജലീലിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത്? പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നു? അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത്. വാദിയും പ്രതിയും ഒന്നായ കോടതി എന്ത് ചെയ്യും? അതാണ് സ്ഥിതി. സംസ്ഥാനത്ത് ഉടനീളം ഒരു CPM BJP ബാന്ധവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിൻ്റെ നെറേറ്റീവ്. സംഘപരിവാർ കേരളത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയിലൂടെ ഇപ്പോൾ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 13-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം PR ഏജൻസിയുടെ കാര്യം വരികയാണ്. മലപ്പുറത്ത് 5 വർഷം ആയി നടത്തുന്ന കള്ളക്കടത്ത് പിടിച്ചതിൻ്റെ കണക്ക്, ഹവാല പിടിച്ചതിൻ്റെ കണക്ക്, മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ നോക്കുന്നത് ഈ ലോബിയാണ് എന്ന് പറയുന്ന ഒരു വർഷം. 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 5 കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് 3 കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി. അതിനുശേഷം 29-ാം തീയതി PR ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ, സെയിം സാധനം. ഈ 3 ഡ്രാഫ്റ്റും ഈ 3ഉം ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ്, കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കാര്യത്തിന് ഉത്തരവില്ലല്ലോ, ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. PR ഏജൻസിയെക്കുറിച്ചുള്ള ഉത്തരത്തിന് അവ്യക്തമായ മറുപടികളാണ് പറയുന്നത്. അന്ന് ആ PR ഏജൻസിക്കെതിരെ കേസെടുക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ എഴുതി കൊടുത്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ? മിണ്ടാത്തതില്ലല്ലോ. തെറ്റായ കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ? നിസ്സാര കാര്യമാണോ? സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗുരുതരമായ, കേരളത്തെ വിഭജിക്കാൻ പോന്ന മുതലാണത് ആ പറഞ്ഞത്, അല്ലേ? അത് മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ ഉറപ്പായി കൊടുക്കണ്ടേ? കേസ് കൊടുക്കണ്ടേ? സുരേന്ദ്രനെതിരെ ഏതറ്റം വരെയും പോകും. സുരേന്ദ്രൻ കുറ്റവാളിയാണെന്നാണ് ജനങ്ങൾ കരുതുന്നത്.
എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ മേൽക്കോടതിയിൽ പോയി ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുമെന്നും VV രമേശൻ പറഞ്ഞു. കോടതി വിധി ദൗർഭാഗ്യമായി. ഇത് പച്ചയായ ഒരു സത്യമില്ല. എന്ന് വെച്ചാൽ കോഴ കൊടുത്ത കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാസർഗോട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കോഴ സുരേന്ദ്രൻ. ഇതിനെതിരെ ഏതറ്റം വരെയും പോകും. വിധി പഠിച്ചിട്ടില്ല. വിധിയുടെ പകർപ്പ് കിട്ടിയാൽ അപ്പീൽ പോകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അഴിമതിക്കെതിരായിട്ട് പോരാട്ടമാണ് എന്നും CPM നടത്തിയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു ഇലക്ട്രോ ബോണ്ട്. ആ കേസ് പോലും സുപ്രീം കോടതി വരെ എത്തിച്ച CPM ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇതിനെതിരായിട്ട് പോരാട്ടം തുടരും. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളുടെയും വിടുതൽ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനാൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും കോടതിയിൽ ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.